ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കാൻ പോകുന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ MBBS പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങൾ, എങ്കിൽ ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് കാണുക. ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്കും ഇന്ത്യയിൽ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കുകയില്ല. ഈ ഒരു സത്യം മറച്ചു വെച്ച് ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഒരുപാട് അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. ഈ കുട്ടികളിലേക്ക് ഭാവി വെച്ച് കളിക്കുന്ന ഒരു വലിയ സ്കാമിന് ഇന്നൊരു അവസാനം കുറിക്കുകയാണ്. ഈ ഡോക്യുമെന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പുറത്തുവിടുന്നത് ഐഡിയൽ സ്റ്റഡി അബ്രോഡ് ആണ്. ഉസ്ബെക്കിസ്ഥാൻ എന്ന വൻമരം വീണു. ഉസ്ബെക്കിസ്ഥാനിലേക്ക് അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന സ്റ്റുഡന്റോ പാരന്റോ ആണ് നിങ്ങളുണ്ടെങ്കിൽ ഈ ഒരു റിവീൽ, ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളിലേക്ക് സത്യം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ആ ഒരു പരിശ്രമത്തിന് ഇന്നൊരു വഴിത്തിരിവായിരിക്കുകയാണ്. ഐഡിയൽ സ്റ്റഡി അബ്രോഡിൽ നമ്മൾ മുൻപും സംസാരിച്ചിട്ടുണ്ട്. MBBS എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു ആയുസ്സിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. അപ്പൊ ആ ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പ് പല ആവർത്തി ചിന്തിക്കേണ്ടതുണ്ട്, പല ആവർത്തി വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു റിവീൽ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ MBBS പഠിക്കുന്ന കുട്ടികളെ ഒരു കച്ചവടച്ചരക്കായി കാണാതെ നാളെ അവരൊരു ഡോക്ടറായി കാണണം എന്ന ആഗ്രഹത്തിന്റെ ഫലം കൂടിയാണ്. അപ്പോൾ ഈ ഒരു റിവീൽ നമ്മൾക്കായി തരുന്നത് ഡോക്ടർ ഫൈസൽ ഹുസൈൻ ആണ്. ലോൺ എടുത്തും സ്ഥലം വിറ്റൊക്കെയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏത് രാജ്യത്തും അഡ്മിഷൻ എടുക്കാം. പക്ഷേ ഐഡിയൽ സ്റ്റഡി അബ്രോഡ് ഒരുക്കുന്ന ഡോക്ടേഴ്സുമായിട്ട് ഒരു ഫൈനൽ കൺസൾട്ടേഷൻ സ്വീകരിച്ചതിന് ശേഷം സത്യം മനസ്സിലാക്കിയിട്ട് ഒരു അന്തിമ തീരുമാനം എടുക്കാം. ഈ ഡോക്യുമെന്റ് റിവീൽ ചെയ്യുന്നത് കാണുന്നതിനായിട്ട് ഐഡിയൽ സ്റ്റഡി അബ്രോഡിന്റെ പേജിൽ പിൻ ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ഐഡിയൽ സ്റ്റഡി അബ്രോഡുമായിട്ട് ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യുക.